ഗൈസ്, ഇന്ന് നമ്മൾ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ചെമ്മീനും ഒരു ഗ്ലാസ് അരിയും ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും 2 മുട്ടയും ഒരു സവാളയും 3 വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് അരി വേവിക്കാൻ ഇടുക. നമുക്കൊരു 80% ഒക്കെ അരി വെന്താൽ മതി. അരി വേവുന്ന സമയത്ത് നമുക്ക് മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം മുട്ട പാകമായി വരുമ്പോൾ സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ഏകദേശം മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. സവോള ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കുക. പച്ചക്കറി എന്ന് പറയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പച്ചക്കറികൾ ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം അത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഫൈനലി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കുക. ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. ഇതിപ്പോ നമ്മുടെ ചെമ്മീൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇച്ചിരി അച്ചാറും സലാഡും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.